നമസ്കാരം. ചൊവ്വല്ലൂർ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രമോദ് സി എച്ച്. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ ഇന്നലെയും ഇന്നുമായി ദേവപ്രശ്നം നടന്നു. കുറച്ചുകാലമായി ക്ഷേത്രത്തിൽ കണ്ടുവരുന്ന അനിഷ്ട സംഭവങ്ങൾക്ക് ദേവഹിതം അറിയുവാനാണ് ദേവപ്രശ്നം നടന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ നൽകുന്നത് സി ഹരിദാസൻ ചൊവ്വല്ലൂരിൽ നിന്ന്. ഹരിദാസ്, കേൾക്കാമോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിലെ അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ ഒരു ദിവസമെങ്കിലും പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഞാൻ. ഇന്നലെ തുടങ്ങിയ അഷ്ടമംഗല പ്രശ്നം നാളെ തീരുമെന്നാണ് അറിയുന്നത്. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും നടക്കാത്തത്ര ആചാര്യന്മാരെ കൊണ്ട് സമൃദ്ധമായ ദേവപ്രശ്നം ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. 15 പേരാണ് ആ ദേവപണ്ഡിതന്മാരുടെ സദസ്സിൽ ഉള്ളത്. അഷ്ടമംഗല പ്രശ്നത്തിന്റെ വിശദാംശങ്ങളിലേക്ക്. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിന്റെ ഏത് സമയത്ത് പ്രശ്നം വെച്ചു കഴിഞ്ഞാലും ചൊവ്വല്ലൂർ തിരുവമ്പാടി ക്ഷേത്രവുമായുള്ള അഭേദ്യമായ ബന്ധമാണ് എപ്പോഴും അടിവരയിട്ട് പറയുന്നത്. ചൊവ്വല്ലൂർ ശിവക്ഷേത്രം തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള സ്ഥലമായിരുന്നു ഇതെല്ലാം എന്നും അവിടെ ചൊവ്വല്ലൂർ ശിവക്ഷേത്രം പിന്നീട് ഉണ്ടായതാണെന്നും ഏറ്റവും പഴക്കം ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിനാണെന്നും തിരുവമ്പാടി ക്ഷേത്രത്തിനാണെന്നും എപ്പോഴും പറയുന്നുണ്ട്. തിരുവമ്പാടിയിലെ പ്രതിഷ്ഠയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ തിരുവമ്പാടിയിലെ അമ്പാടി കണ്ണനാണ്, ഗോശാലകൃഷ്ണനാണ്, കയ്യിൽ വെണ്ണയും പാലും കരുതുന്നവനാണ്, എപ്പോഴും ഒരു നഴ്സറി കുട്ടികളെ പോലെ മാതാവിൻ്റെ കൂടെ സാന്നിധ്യത്തിൽ അവിടെ ഉണ്ടാകുന്നതാണ്. സന്താന കൃഷ്ണനാണ്. എല്ലാ സൽസന്താനങ്ങൾ ഉണ്ടാകുവാനും സന്താനങ്ങളില്ലാത്തവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കുവാനും ഇവിടെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പ്രത്യേകം കാണുന്നുണ്ട്. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിന് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രവുമായുള്ള അഭേദ്യമായ ബന്ധം കുടപ്പുറത്ത് വന്ന് എന്ന സങ്കല്പം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു. അവിടെ ചൊവ്വല്ലൂർ എഴുന്നള്ളിപ്പിനെല്ലാം ഒരു കൊടപ്പുറത്ത് വന്ന സങ്കല്പത്തിൽ ഒരു കൊട ഉപയോഗിക്കുന്നത്, പട്ടക്കട ഉപയോഗിക്കുന്നത് നന്നായിരിക്കുമെന്ന് അവർ പറഞ്ഞു. അത് മാത്രമല്ല, വടക്കുന്നാഥ ക്ഷേത്രവുമായി കൊല്ലത്തിലൊരിക്കലെങ്കിലും എന്തെങ്കിലും ഒരു വഴിപാട് പോലെ അവിടെ പോയി തൊഴുകയോ എന്തെങ്കിലും ചെയ്യണമെന്നും പ്രത്യേകം നിഷ്കർഷിക്കുകയുണ്ടായി. ചൊവ്വല്ലൂർ ക്ഷേത്രത്തിൽ നിവേദ്യ ഒരുവിധം ഭംഗിയായി നടക്കുന്നുണ്ടെങ്കിലും ധാരാളം നിവേദ്യം ദേവന് വേണമെന്ന് കാണുകയുണ്ടായി. അതുപോലെ തന്നെ ചന്ദനം അരച്ച് കൊടുക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അകത്ത് ധാരാളം ചന്ദനം വേണമെന്ന് പ്രത്യേകം നിഷ്കർഷിച്ച് പറയുകയുണ്ടായി. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ പ്രദേശത്തുള്ളവർ പൊതുവെ കലഹപ്രിയരാണെന്ന് എന്നുള്ളൊരു അഭിപ്രായം ഇതിനിടെ പൊന്തി വന്നു. ക്ഷേത്രത്തിൻ്റെ ഭൂമി അന്യാധീനപ്പെട്ടിട്ടുണ്ടെന്നും അത് ഉടനെ തിരിച്ച് കിട്ടണമെന്നും കേസ് തീരാനുള്ള സാധ്യത ഉടനെ ഉണ്ടാകുമെന്നും കേസ് തീർന്നില്ലെങ്കിൽ അതുകൊണ്ട് എല്ലാവർക്കും ദോഷമുണ്ടാകുമെന്നും പ്രത്യേകം കാണുകയുണ്ടായി. അതുമാത്രമല്ല, ക്ഷേത്രത്തിൽ പണ്ട് ഉത്സവം, കൊടിമരം എന്നിവയെല്ലാം ഉണ്ടായിരുന്നുവെന്നും ഉത്സവം ഇനിയും ഉണ്ടാകുമെന്നും ദേവസ്വന്മാർ അടിവരയിട്ട് പറയുകയുണ്ടായി. സിംഹോദരൻ്റെ സാന്നിധ്യം നോക്കിയപ്പോൾ സിംഹോദരനും ഹനുമാനും തമ്മിലുള്ള പ്രതിഷ്ഠയിൽ ചെറിയൊരു വൈരുദ്ധ്യം ഇവിടെ കാണുകയുണ്ടായി. സിംഹോദരൻ, ഹനുമാൻ അവിടെ നേർക്കുനേർ ഇരിക്കുന്നത് രണ്ടുപേരും തമ്മിൽ കലഹപ്രിയരായതുകൊണ്ടും കൂടി അത് തീരെ ഉചിതമല്ല എന്നൊരു ഭാവമാണ്. അതുമാത്രമല്ല, സിംഹോദരൻ കോപിച്ച് കയ്യിൽ വടിയും എടുത്ത് ആൾക്കാരെ ശിക്ഷിക്കുവാൻ വേണ്ടി ഇരിക്കുന്ന ഒരു രൂപം ആണ് അവർ ഇവിടെ വരച്ചു കാട്ടിയുള്ളത്. അതിനായി ക്ഷേത്രമതിൽക്കകത്ത് ഹനുമാൻ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം അല്പം വ്യത്യാസപ്പെടുത്തി ഇയാൾ കൊള്ളാം എന്നുള്ളൊരു അഭിപ്രായമാണ്. നാളത്തെ ഇത് പരിഹാര ചിന്തയിൽ അത് പ്രത്യേകം പറയുന്നതാണ്. അതുമാത്രമല്ല, സിംഹോദരൻ്റെ പുറകിൽ ഒരു തറയുണ്ടായിരുന്നത് അതിൽ ബ്രഹ്മരക്ഷസല്ല, ഈ ക്ഷേത്രം നിർമ്മിച്ച ഒരു യോഗി വര്യൻ്റേതാണ് എന്നാണ് അവർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിനെ തൊഴുത് അദ്ദേഹം എല്ലാവർക്കും നല്ല ഇത് മാത്രം കാക്ഷിക്കുന്ന ഒരു ഉപാസനാമൂർത്തിയാണ്. അദ്ദേഹത്തെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്ന ഒരു നിഗമനത്തിൽ ഇന്ന് എത്തിയിട്ടുണ്ടായി. അതുപോലെ സിംഹോദരൻ്റെ ക്ഷേത്രത്തിനുള്ളിലെയും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനുള്ളിലെയും ജലം പുറത്തേക്ക് പോകുന്നത് എന്തോ വൈകല്യമുള്ളത് പരിഹരിക്കണമെന്നും പ്രത്യേകം പറയുകയുണ്ടായി. പിന്നെ ദക്ഷിണാമൂർത്തി, ഗണപതി എന്നിവയുടെ പ്രതിഷ്ഠ ആരോട് ചോദിച്ചിട്ടാണ് എന്ന് അവർ പ്രത്യേകം പറഞ്ഞു. അതായത് അവിടെ ഒരു സാന്നിധ്യത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ആവശ്യമില്ലാത്തതുപോലെയാണ് അവർക്ക് തോന്നിയത്. പക്ഷെ അത് കഴിഞ്ഞ ദേവപ്രശ്നത്തിൽ പറഞ്ഞതാണെന്നും അതിന് പ്രത്യേകം പ്രശ്ന പരിഹാര ചാർത്തുണ്ട് എന്നും എല്ലാവരും അഭിപ്രായപ്പെട്ടു. ചാർത്ത് അവർക്ക് കാണണമെന്ന് അവർ പറയുകയുണ്ടായി. ഇന്നത്തെ പ്രശ്ന ചിന്തയിൽ പറഞ്ഞ 1-2 കാര്യങ്ങൾ, ക്ഷേത്രക്കുളം വളരെ പരിപാവനമായിട്ടുള്ളതാണ്. പക്ഷേ ക്ഷേത്ര പരിസരം, കുളത്തിൻ്റെ പരിസരം വളരെ ശുദ്ധിയായി സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് പ്രത്യേകമാണ്. അതുമാത്രമല്ല, ക്ഷേത്രത്തിൽ ഒരു കിണർ പണിയാൻ പറ്റില്ല. കുളത്തിലെ ഈ കൊക്കർണിയിൽ നിന്നുള്ള ജലം അത് അമൃതമാണ്.
അത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം എന്ന് പ്രത്യേകം നിഷ്കർഷിച്ച് പറയുകയുണ്ടായി. പിന്നെ എന്താ തിരുവമ്പാടിത്തെ കാര്യം തന്നെയാണ് കൂടുതൽ പറഞ്ഞത്. അതുപോലെ തന്നെ മനയ്ക്കലിലെ അയ്യപ്പൻ, ഭഗവതി എന്നിവരുടെയൊക്കെ പ്രതിഷ്ഠ അവിടുന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ദേവനെ വിട്ടു പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടുള്ള ദോഷം ക്ഷേത്രത്തിലും കാണുന്നുണ്ട്. അതിനായി ഒരു പൂജ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒരു നരസിംഹമൂർത്തിയുടെ സാന്നിധ്യം, ശ്രീരാമക്ഷേത്രത്തിൻ്റെ അഭേദ്യമായുള്ള ബന്ധം എന്നിവയും പ്രശ്നത്തിൽ കാണുകയുണ്ടായി. അതിനെക്കുറിച്ചെല്ലാം നാളെ കൂടുതൽ വിശദമായി പറയും. എന്തായാലും ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടാകും, കൊടിമരം ഉണ്ടാകും, ക്ഷേത്രത്തിൻ്റെ കേസ് പെട്ടെന്ന് തീരും എന്നുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ലക്ഷണമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ണീഷൻ, പണ്ട് സജീവമായിരുന്ന ഉണ്ണീഷൻ ഇപ്പോൾ സജീവമല്ല എന്ന് ഒരാൾ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു വരും എന്നുള്ള ആശ്വാസകരമായൊരു കാര്യം കൂടി അവർ പ്രത്യേകം പറയുകയുണ്ടായി. അതുപോലെ കഴക സംബന്ധമായിട്ട് ഒരു മാതുലനും ഒരു മാതാവിനും എന്തോ മനസ്താപം ഉണ്ടായിട്ടുണ്ട്, അത് പരിഹരിക്കണമെന്നും അവർ പ്രത്യേകം പറയുകയുണ്ടായി. നാളെ പ്രശ്നം തീരുകയാണ്. കഴിയുമെങ്കിൽ ഒരു ദിവസമെങ്കിലും എല്ലാവരും പ്രശ്നത്തിൽ പങ്കെടുക്കാൻ സാധിക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അവിടെ നിന്ന് വരാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഇരുന്ന് ഈ പ്രശ്നത്തിൽ നിങ്ങളും പങ്ക് എടുക്കണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുന്നു. അടുത്ത ട്രെയിനിൽ എറണാകുളത്തേക്ക് പോകേണ്ടതുള്ളതിനാൽ ഈ സ്റ്റുഡിയോയിലേക്ക് പ്രമോദ് കയ്യിലേക്ക് മൈക്ക് കൈമാറുന്നു. നന്ദി ശ്രീ ഹരിദാസൻ. ഇപ്പോൾ ദേവപ്രശ്നത്തിൽ പങ്കെടുത്ത അച്യുത വാര്യർ ഞങ്ങളോടൊപ്പമുണ്ട്. അച്യുത വാര്യർ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുള്ളൂ. പിന്നെ ഒരു ദിവസം നന്നായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നന്ദി അച്യുത വാര്യർ. ഇപ്പോൾ ദേവപ്രശ്നത്തിൽ 2 ദിവസവും പങ്കെടുത്ത സതി വാരസ്യാർ ഞങ്ങളോടൊപ്പമുണ്ട്. സതി വാരസ്യാർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനാണെങ്കിൽ വളരെയധികം കാര്യങ്ങളുണ്ട്. കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങളെപ്പറ്റി അവരും ഞങ്ങളും തമ്മിൽ ചർച്ച ചെയ്യാനും സാധിച്ചു. ഇനിയും നാളെയും കൂടി കഴിഞ്ഞാലാണ് മുഴുവൻ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെയും ഇന്നുമായി 15ഓളം വരുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരാണ് ദേവപ്രശ്നത്തിന് നേതൃത്വം നൽകിയത്. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ ദേവപ്രശ്നം നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.